ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഇപ്പം അടുത്ത് റിലീസായിട്ടുള്ള നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റുകളുള്ള ഒരു അടിപൊളി തെലുഗു ത്രില്ലർ കഥയാണ്. കഥയുടെ പേര് പ്രസന്ന വദന. കുറച്ചധികം നാളായി ഇതുപോലെ ട്വിസ്റ്റുള്ള നല്ലൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥ കണ്ടിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാം ഈ കഥയിലുണ്ടാവും. അപ്പോൾ കഥ കണ്ടു കഴിഞ്ഞിട്ട് ഈ കഥയ്ക്ക് എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റും, അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. ഈ ഒരു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലുള്ള കഥകൾ കാണാൻ തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഇനിയിപ്പോൾ ബെൽ ഐക്കൺ എനേബിൾ ആയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ. ഈ കഥയുടെ ആരംഭത്തിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള സൂര്യയും അച്ഛനും അമ്മയും ഫ്രണ്ടും കൂടി വളരെ ഹാപ്പി ആയിട്ട് കാറിൽ എങ്ങോട്ടോ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലോറിയുമായിട്ട് അവരുടെ കാറ് ആക്സിഡന്റിൽ പെടുകയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്, ഇനിയൊരു ഓപ്പറേഷന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഡോക്ടർ നഴ്സിനോട് ഈ പയ്യന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒരു കൺസേൺ സൈൻ വാങ്ങിട്ടോ. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ആ ഒരു ആക്സിഡന്റിൽ സൂര്യയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ സൂര്യയുടെ ഓപ്പറേഷൻ നടത്തുകയാണ്. സൂര്യയുടെ ഹെൽത്ത് ഏകദേശം ഓക്കെയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള വിഘ്നേഷ് വരുന്നത്. അവന്റെ കൈക്ക് ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ വിഘ്നേഷ്, അല്ല സൂര്യ, 2-3 ദിവസമായിട്ട് നീ ഇന്ന് കണ്ണുറക്കും, നിന്നെ കൊണ്ട് ചടങ്ങ് ചെയ്യിപ്പിക്കാന്ന് കരുതിയതാ. എന്നാൽ നീ റിക്കവർ ആവാൻ ടൈം ആയപ്പോ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും എല്ലാ ചടങ്ങും ഞാനാ ചെയ്തേ. അപ്പൊ സൂര്യ, അല്ല നീ ഏതാ, എന്ത് ചടങ്ങ് ചെയ്തോന്ന്? എന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിന്നോ? അവർക്ക് എന്തിനാ നീ ചടങ്ങ് ചെയ്യുന്നേ? അല്ല സൂര്യ, നിനക്കെന്നെ മനസ്സിലാവുന്നില്ലേ? ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വിഘ്നേഷാടാ. എന്നാലും സൂര്യ, എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. എന്നാൽ വിഘ്നേഷിനും എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. ഉടനെ ഡോക്ടറോട് കാര്യം പറഞ്ഞിട്ട് ഡോക്ടറിന്റെ റൂമിലേക്ക് നമ്മുടെ സൂര്യ കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് സൂര്യയുടെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇവരാരാന്ന് ചോദിക്കുമ്പോൾ സൂര്യക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഡോക്ടർ, അല്ല ഇവരെ നീ മുമ്പ് എവിടെയും കണ്ടിട്ടില്ലേ? ഇല്ല സാറേ, ഞാനിപ്പോ ആദ്യമായിട്ട് ഇവരെ കാണുന്നേ. അപ്പൊ വിഘ്നേഷ്, അല്ല സൂര്യ, നിന്റെ അച്ഛനെയും അമ്മയും വരെ നീ മറന്നുപോയോ? അപ്പൊ ഡോക്ടർ, വിഘ്നേഷ് ടെൻഷൻ അടിക്കണ്ട, ഞാൻ ചോദിക്കാം. എന്നിട്ട് ഡോക്ടറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരാരാന്നറിയാൻ ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, എനിക്കറിയില്ല സാറേ. എന്നാലും വിഘ്നേഷ് ഷോക്കായിട്ട്, അല്ലടാ നിന്റെ നേരെ മുമ്പിലിരിക്കുന്ന ഡോക്ടറിന്റെ ഫോട്ടോയിൽ കാണിച്ചേ. ഹീറോ ആണെങ്കിൽ ആ ഒരു സ്ക്രീനിലുള്ള ഡോക്ടറിന്റെ ഫോട്ടോ നോക്കുന്നുണ്ട്, യഥാർത്ഥ ഡോക്ടറിന്റെ ഫേസ് നോക്കുന്നുണ്ട്. പക്ഷേ രണ്ടാളെ അങ്ങോട്ടും കൂടെ മനസ്സിലാവുന്നില്ല. അപ്പോൾ സൂര്യയോട് ഡോക്ടർ പറയുന്നുണ്ട്, സൂര്യ നീ കുറച്ചിരുന്ന് പുറത്തേക്ക് ഫ്രണ്ടിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സാറേ, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് തന്നെ പറഞ്ഞു. എന്തിനാ ഫ്രണ്ടിനോട് പറയുന്നത്? പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല, ഒരു 2 മിനിറ്റ്. എന്നിട്ട് ഒരു നഴ്സിനെ കൊണ്ട് നമ്മുടെ ഹീറോയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. വിഘ്നേഷ് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, എന്താ സൂര്യക്ക് പറ്റേ? എന്തുകൊണ്ടാ അവന് ആരെയും മനസ്സിലാവാത്തെ, ഡോക്ടറിനെ പോലും മനസ്സിലാവാത്തെ? അത് വിഘ്നേഷ്, സൂര്യക്ക് ഒരു ചെറിയ മെഡിക്കൽ കണ്ടീഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് വളരെ റെയർ ആയിട്ട് ഇങ്ങനെ സംഭവിക്കുക. അതായത് തലയെവിടെയെങ്കിലും അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുമ്പോഴോ നമ്മുടെ ബ്രെയിനിൽ ചെറിയൊരു മാറ്റം സംഭവിക്കും. അതായത് നമ്മുടെ ബ്രെയിൻ ആണല്ലോ നമ്മൾ ലൈഫിൽ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കുക. എന്നാൽ അവിടെ തന്നെ ആ ഒരു ഡാമേജ് സംഭവിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സൂര്യയുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, അവന് ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന കാര്യം, വിഘ്നേഷ് എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്ന കാര്യം, ലൈഫിൽ സംഭവിച്ച എല്ലാ കാര്യം ഓർമ്മയുണ്ടാവും. എന്നാൽ അവരുടെ ആരുടെയും ഫേസ് അവൻ ഓർത്തെടുക്കാൻ പറ്റില്ല. ഇനി ഭാവിയിൽ അവൻ ആരെയൊക്കെ കാണുന്നുണ്ടോ അവരുടെയും ഫേസ് ഓർക്കാൻ പറ്റില്ല. അത് മാത്രമല്ല ആരുടെയും വോയിസും അവന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്കിപ്പോൾ ഇതിന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, സൂര്യയുടെ മുമ്പിൽ ആരാണ് സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുക. അതായത് ഇപ്പോൾ വിഘ്നേഷ് നിന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു പ്രത്യേക ഡ്രസ്സോ ക്യാപ്പോ ധരിച്ചിട്ട് ഇനി അങ്ങോട്ട് എപ്പോഴും അവനോട് സംസാരിക്കുക. അപ്പോൾ ഒരു ക്ലോത്ത് കാണുമ്പോൾ അവന് നീയാന്ന് മനസ്സിലാവും. അതുപോലെ ഓരോരുത്തരും ഓർത്തെടുക്കാൻ അവൻ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തേ മതിയാവും. ഇനി മുഴുവൻ അവന്റെ ലൈഫ് ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക. അപ്പോൾ വിഘ്നേഷ്, അല്ല സാറേ, ഈ ഒരു കണ്ടീഷന് ഒരു മരുന്നുമില്ലേ? ഈ ഒരു സിറ്റുവേഷന് ഒരു ക്യൂറും ഇതുവരെ മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിട്ടേയില്ല. അങ്ങനെ 3 വർഷത്തിന് ശേഷം നമ്മുടെ ഹീറോ കാറില് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മുൻപിൽ റോട്ടില് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ട്രാഫിക് ജാം ആയിട്ടുണ്ട്. അപ്പൊ എന്താന്ന് അറിയാൻ സൂര്യ ഇറങ്ങി നടന്നു പോകുമ്പോഴാണ് ആ കൂട്ടത്തിലുള്ള ഒരുത്തിന്റെ പേഴ്സ് ഏതോ ഒരുത്തിന് അടിച്ചിട്ട് പോകുന്നത്. ആ ഒരു കാഴ്ച നമ്മുടെ ഹീറോ കണ്ടിരുന്നില്ലേ? ആ ഒരു പേഴ്സ് കാണാത്തവൻ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഹീറോയില്ലേ ഒരു വെള്ള ഡ്രസ്സ് ധരിച്ച കണ്ണാടി വെച്ച് ഒരുത്തിനെ കാണിച്ചു കൊടുത്തിട്ട് ഇവനാണ് ആ ഒരു പേഴ്സ് അടിച്ചു മാറ്റിയിട്ട് പോയെന്ന് പറയുന്നുണ്ട്. ഇവന്റെ പേരാണ് സോനു. അപ്പൊ അവര് പറയുന്നുണ്ട്, പൊന്നുമോനെ മര്യാദക്ക് പേഴ്സ് എടുത്തോ. എന്നാലും സോനു, ഞാൻ ആരുടെ പേഴ്സ് കൊടുത്തിട്ടില്ല, പിന്നെ അയാൾ കണ്ടു എന്ന് പറഞ്ഞതോ? അപ്പൊ ഹീറോയും, സാറേ ഇവൻ തന്നെ, ഞാൻ കണ്ടതാ. അപ്പോൾ ട്രാഫിക് പോലീസ് വന്നിട്ട് അവന്റെ മുഖത്തൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ നോക്കുന്നത്, അതായത് ഇവനെ പോലെ തന്നെ വെള്ള ഡ്രസ്സും കണ്ണാടി ഇട്ടിട്ട് വേറൊരുത്തിനോട് നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോ ഒരാളെ ധരിച്ചിട്ടുള്ള വസ്ത്രമോ അവന്റെ ഹെയർ സ്റ്റൈലോ കണ്ണാടിയോ ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടില്ലേ ഒരാൾ ഐഡന്റിഫൈ ചെയ്യാം. ഇനിയിപ്പോ എനിക്ക് ആള് മാറിയതാണെന്ന് സംശയിച്ച് നിൽക്കുമ്പോൾ ഹീറോ കണ്ട മറ്റൊരുത്തനില്ലേ, അവൻ ഹീറോയെ കണ്ടപ്പോ അവിടെ നോടി തള്ളുന്നുണ്ട്. ആള് മാറിയെന്ന് ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അവിടെ നിന്നാ പണി കിട്ടുമല്ലോ. അങ്ങനെ വേഗം തന്റെ കാറും എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാന്ന് കരുതിയതാ. അവസാനം പണിപാളി. നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു ആർച്ചയാണ്. അങ്ങനെ ഓഫീസിലേക്ക് കയറുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്
ഹീറോയോട് ഹായ് പറയുമ്പോൾ അവരാരൊക്കെയാണെന്ന് ഹീറോ എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരു കേളി ഹെയറുള്ള പെൺകുട്ടി, അവളുടെ പേര് മോഹന എന്നാണ്. അതുപോലെ മറ്റൊരു ലേഡിയുടെ കയ്യിൽ ഒരു ടാറ്റൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പേര് സുബ. അപ്പൊ സുബയോട് അല്ല മകനിപ്പോ എങ്ങനെയുണ്ട്, അസുഖമൊക്കെ മാറിയോ, അങ്ങനെ കുശലൊക്കെ അന്വേഷിച്ചിട്ട് ഒരു സിഗരറ്റ് വലിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴാണ് ഒരു മുത്തശ്ശനില്ലേ ഒരു കാറുകാരന് ബലൂൺ വെക്കുന്ന കാണുന്നത്. എന്നാൽ മുത്തശ്ശന്റെ കയ്യിലും ചേഞ്ച് ഇല്ല, ആ ഒരു കാറുകാരുടെ കയ്യിലും ചേഞ്ച് ഇല്ല. നിങ്ങൾ ചേഞ്ച് ആക്കിട്ടോ. ആ മുത്തശ്ശനാണെങ്കിൽ അടുത്തുള്ള കടയിലേക്ക് ചേഞ്ച് കിട്ടുമോ നോക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് അങ്ങനെ കണ്ടപ്പോൾ വല്ലാതെ സങ്കടാവുന്നുണ്ട്. ഇനി തനിക്ക് ചേഞ്ച് കൊടുക്കാൻ പറ്റുമോ? എന്നാൽ പേഴ്സിൽ നോക്കുമ്പോൾ ഹീറോയുടെ കയ്യിലും ചേഞ്ച് ഇല്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരുന്നത്. ഇവളുടെ പേരാണ് ശ്വേത, നമ്മുടെ ഈ കഥയിലെ ഹീറോയിൻ. അവൾ ആ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഞാൻ ചേഞ്ച് ആക്കി തരാന്ന് പറഞ്ഞ് കുറച്ചു നേരത്തെ അങ്ങനെ ചേഞ്ച് ആക്കാൻ പോയ ആ ഒരു കടയിലല്ലേ അയാളോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ചേഞ്ച് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി ചോദിച്ചപ്പോൾ അയാൾ വേഗം തന്നെ ചേഞ്ച് എടുത്ത് കൊടുക്കാണ്. അങ്ങനെ ആ ഒരു പൈസ നമ്മുടെ മുത്തശ്ശന് കൊടുക്കുമ്പോൾ ആ കഴിച്ച നമ്മുടെ ഹീറോ സൂര്യ കാണുന്നില്ലേ നമ്മുടെ ശ്വേതയുടെ ആ ഒരു മനസ്സ് കണ്ടപ്പോൾ ഹീറോയ്ക്ക് അവളോടൊരു ക്രഷ് സ്റ്റാർട്ട് ആവാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയിൻ ശ്വേത ATM നിന്ന് പൈസ എടുക്കാൻ നോക്കുമ്പോൾ ഓൾറെഡി 2 മെഷീനിൽ ഒരു മെഷീൻ വർക്കാവുന്നില്ല. എന്നാൽ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി മറ്റൊരു മെഷീനിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്വേതയാണെങ്കിൽ എന്നാൽ അവൾ എടുത്ത് കയറ്റെന്ന് വെച്ചിട്ട് പുറത്ത് കാത്തുക്കുമ്പോൾ നമ്മുടെ ഹീറോ സൂര്യയില്ലേ കംപ്ലൈന്റ് ആയ മെഷീനിൽ നിന്ന് പൈസ എടുക്കാൻ നോക്കാണ്. ആഹാ, അപ്പൊ വെറുതെ അല്ല ശ്വേത പുറത്ത് കാത്തുന്നല്ലേ. അങ്ങനെ തൊട്ടടുത്ത മെഷീനിൽ നിന്ന് ആ പെൺകുട്ടി പൈസ എടുത്ത് പോകാൻ നോക്കുമ്പോൾ ഹീറോ പൈസ എടുക്കാൻ നോക്കാണ്. അപ്പൊ ശ്വേതക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. ആഹാ, ആദ്യം വന്നിട്ട് ഇവിടെ കാത്തുക്കുന്നത് ഞാൻ വെറും പൊട്ടത്തിയാ. എന്നാലും സൂര്യ കുറച്ചു നേരം കൊണ്ട് ഞാൻ പൈസ എടുത്ത് പോയിക്കോളാം, താൻ തൽക്കാലം കാർഡ് എടുത്തിട്ട് മാറിയേക്ക്, ഞാൻ പൈസ എടുത്തിട്ട് താൻ എടുത്താൽ മതി. എന്നാലും സൂര്യക്കാണെങ്കിൽ രാവിലെ ഒരു നല്ല പെൺകുട്ടി കണ്ടതാ. എന്നാൽ ഇതിപ്പോ ഏതാ തീരെ ഒരു ഇറക്കില്ലാത്തൊരു പെൺകുട്ടി. എന്നാൽ സൂര്യ രാവിലെ കണ്ട അതേ പെൺകുട്ടിയാണ് ഇപ്പോഴും കണ്ടതെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ശ്വേത അവളുടെ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ വണ്ടിയൊന്നും കാണുന്നില്ല. അപ്പൊ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിക്കുകയാണ്. എന്നാൽ ആ ഒരു ഓട്ടോയിൽ ഉണ്ടായിരുന്നത് 4-5 റൗഡുകളായിരുന്നു. ആഹാ, ഇന്നിപ്പോ നല്ലൊരു പെൺകുട്ടി കിട്ടിയല്ല. അവരിറങ്ങി വന്നിട്ട് മേഡം നിങ്ങൾ കയറിക്കോ, ഞങ്ങൾക്ക് ഒന്നിച്ചു പോവാന്ന്. എന്നാൽ ശ്വേതയാണെങ്കിൽ അത് വേണ്ട, നിങ്ങൾ പോയിക്കോ. അങ്ങനെ മെല്ലെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതേ വഴി നമ്മുടെ ഹീറോ സൂര്യയില്ലേ തന്റെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ശ്വേതക്ക് ആകെ ഇനിയിപ്പോ ഒരു വഴി നമ്മുടെ സൂര്യയോട് ലിഫ്റ്റ് ചോദിക്കലാണ്. എന്നാലും വണ്ടിയിലുള്ളിലെ ആളെ കണ്ടപ്പോ ആഹാ ഇവൻ എന്തായാലും ലിഫ്റ്റ് തരാൻ പോകുന്നില്ല. ഇന്നിപ്പോ അമാരുടെ കൈ പെട്ട തന്നെ. അപ്പോഴാണ് സൂര്യ അല്ല താനല്ലേ ലിഫ്റ്റ് ചോദിച്ചേ, കേറുന്നില്ലേ? സമാധാനായി രക്ഷപ്പെടാൻ വേണ്ടി വേഗം തന്നെ വണ്ടി കയറിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പൊ ശ്വേത രാവിലെ നിങ്ങളെ കണ്ടപ്പോ നിങ്ങൾ കുറച്ച് കടും ഹൃദയക്കാരാന്ന് ഞാൻ കരുതിയേ. അത്രയും പ്രശ്നം നടന്നിട്ടും നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ, നിങ്ങൾ അടിപൊളിയാ. അപ്പൊ സൂര്യ ഞാനിന്ന് രാവിലെ ഒരു പെൺകുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വയസ്സായ ബലൂൺ വെക്കുന്ന ഒരു മുത്തശ്ശനെ ഒരു പെൺകുട്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ശ്വേത അല്ല ഇവൻ എന്നെ ട്രോളുന്നയാണോ, അല്ലെങ്കിൽ ഇവന് ശരിക്കും ഓർമ്മയില്ലേ, അതോ അല്ലെങ്കിൽ ഇവന് നല്ല കാര്യങ്ങൾ മാത്രം ഓർത്തിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാത്തതാണോ? അങ്ങനെ ശ്വേത ഇറങ്ങാനുള്ള സമയപ്പോ താങ്ക്സ് ആൻഡ് സോറി പറയുന്നുണ്ട്. അപ്പൊ സൂര്യ അല്ല ഡ്രോപ്പ് ചെയ്തതിന് താങ്ക്സ് ഓക്കെ, സോറി എന്തിനാ? നിങ്ങളൊരു നല്ല മനുഷ്യനെന്നറിയാതെയാ രാവിലെ ATM വെച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടി വന്നേ. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ആഹാ ഇവക്കാണോ ഞാൻ ഹെൽപ്പ് ചെയ്തത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ കഥയിൽ ഒരു മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള SCP വിദ്യയും അവരുടെ ഹസ്ബൻഡ് വരുൺ അതുപോലെ അവരുടെ ഫാമിലിയിലെ എല്ലാ ആളുകളെയാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ശ്വേതയും ഫ്രണ്ടും കൂടി പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോയി തിരിച്ചു വരുമ്പോ ഏതോ ഒരു കള്ളം വന്നിട്ട് കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ട് തക്കം കിട്ടിയപ്പോ ശ്വേതയുടെ മാല തട്ടിപ്പറിച്ചിട്ട് പോവാണ്. ശ്വേതയാണെങ്കിൽ കള്ളം മാല പൊട്ടിച്ച് പോകുന്നു പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ ഓടുമ്പോ ഇതാ വന്നു എന്നും പറഞ്ഞിട്ട് നമ്മുടെ സൂര്യയില്ലേ അവന്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ ശ്വേത ടാങ്ക് കേട്ടാ. എന്നാലും സൂര്യക്കാണെങ്കിൽ അല്ല ഇവളെന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത്. അങ്ങനെ സൂര്യയില്ലേ ആ കള്ളനെയും ക്രോസ് ചെയ്ത് നേരെ പോയിട്ട് ബസ് കയറാണ്. എന്നിട്ട് കള്ളായപ്പോട് ചേട്ടൻ ഓടി വരുന്ന ബസ്സിനാ വേവാന്ന് അങ്ങനെ കള്ളനെയും ബസ്സിൽ കയറ്റിട്ട് ഹെൽപ്പ് ചെയ്യാണ്. അതായത് സൂര്യക്ക് അറിയില്ലാന്ന് തോന്നുന്നുണ്ട് അവൻ ശ്വേതയുടെ മാല അടിച്ചു മാറ്റിട്ട് വന്നോണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ ശ്വേതക്ക് മനസ്സിലാവുന്നില്ല അല്ല രണ്ടുപേരും എന്താ ബസ് കയറി പോന്നെ, ഇനി രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണോ എന്റെ മാല അടിച്ചു മാറ്റിയെ? അവൻ എന്നോട് ആർജാന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഫ്രണ്ട് പറയുന്നുണ്ട് ഒന്നും നോക്കണ്ട സ്റ്റേഷനിലെ കംപ്ലൈന്റ് ചെയ്യാം. എന്നാൽ ശ്വേതയ്ക്കാണെങ്കിൽ നമ്മുടെ സൂര്യ ഒരു കള്ളനായിരിക്കാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ഫ്രണ്ട് ആണെങ്കിൽ അവളെ പിടിച്ചു വലിച്ച് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഹീറോ മഴയത്ത് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ ഒരു സിഗരറ്റ് കത്തിച്ചോണ്ടിരിക്കുമ്പോൾ കുറച്ചു ദൂരെ ഒരു ചെക്കനും പെണ്ണും നടന്നു വന്നോണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ചെക്കനില്ലേ ആ പെൺകുട്ടിയെ ഒരു ലോറിയുടെ മുമ്പിലേക്ക് തള്ളിവിടുകയാണ്. സ്പോട്ടിൽ തന്നെ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട്. കൂടെ വന്ന പയ്യനാണെങ്കിൽ അവള് മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാറിൽ കയറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. അതായത് ആ പെൺകുട്ടിയെ ഇവൻ പ്ലാൻ ചെയ്തിട്ട് തന്നെ ആയിരിക്കാം കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. ആ ഒരു കാര്യം നമ്മുടെ സൂര്യക്ക് മനസ്സിലായിട്ടുണ്ട്. അവൻ പോയി കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ആ പെൺകുട്ടിയുടെ അരികിൽ പോയിട്ട് അവൾക്ക് ജീവനുണ്ടോ നോക്കുമ്പോൾ അവള് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വെള്ളക്കുപ്പി അവിടെ കാണുന്നത്. ആ ഒരു വെള്ളം കൊടുക്കാൻ നോക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ അവളെ രക്ഷിക്കാൻ പറ്റാത്തതില്ലേ സൂര്യക്ക് വല്ലാതെ സങ്കടാവാണ്. അടുത്ത ദിവസം നമ്മുടെ ഹീറോയ്ക്ക് ഉള്ളിലൊരു വെങ്കലുണ്ട്. ആ ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ന്യൂസ് പേപ്പറിൽ ആ ഒരു പെൺകുട്ടിയുടേത് ഒരു സാധാരണ ആക്സിഡന്റ് മൂലമുണ്ടായ മരണാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് നമ്മുടെ സൂര്യ നോട്ട് ചെയ്തിരുന്നില്ലേ. തന്റെ ഫ്രണ്ട് വിഘ്നേഷിനോട് പറയുന്നുണ്ട് അളിയ ഇവളുടേതൊരു കൊലപാതക എന്റെ കൺമുമ്പിൽ വെച്ചാൽ നടന്നേ, ഞാൻ നേരിട്ട് കണ്ടതാ, നമുക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്താലോ? എന്നാൽ വിഘ്നേഷ് എടാ നിനക്ക് ശരിക്കും ഒരാളെ ഐഡന്റിഫൈ പോലും ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് പോയാൽ
പോയാലേ അവസാനം ചിലപ്പോ നിന്റെ തലയിലാവും. നീ വെറുതെ ഇതിന്റെ പിന്നാലെ പോണ്ട. ഓൾറെഡി നിനക്ക് ഇപ്പൊ തന്നെ കുറെ പ്രശ്നമില്ലേ. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഫ്രണ്ട് പറഞ്ഞൊന്നും കേൾക്കാതെ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ട് ആളെ തിരിച്ചറിയാതെ ഒരു പബ്ലിക് ബൂത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തിട്ട് ഇന്ന് രാവിലെ നടന്ന ആ ഒരു പെൺകുട്ടിയുടെ മരണം അത് ആക്സിഡന്റ് അല്ല, അത് മർഡർ ആണ്. അപ്പൊ കോൺസ്റ്റബിള്, അല്ല നീ ആരാ, നീ എവിടുന്ന് സംസാരിക്കുന്നേ, ആ ഒരു മർഡർ നീ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പൊ സൂര്യ, ആ സാറേ ഞാൻ നേരിട്ട് കണ്ടതാ. എന്നൊരു കാര്യം ചെയ്യ്, നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യ്. അല്ല നീ ഇപ്പൊ എവിടെയുള്ളേ, ലൊക്കേഷൻ ഒന്ന് പറയാൻ പറ്റുമോ? അത് കേട്ടപ്പോ സൂര്യക്ക് പേടിയായിട്ട് ഫോണും കട്ട് ചെയ്തിട്ട് തന്റെ കാറും എടുത്ത് അവിടുന്ന് തിരിച്ചു പോവാണ്. എന്നാൽ സൂര്യ കോൺസ്റ്റബിളിനോട് കാര്യം പറഞ്ഞിരുന്നില്ലേ ആ പെൺകുട്ടിയുടെ അടുത്ത് മർഡർ ആണെന്ന്. അപ്പോ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറിനോട് അങ്ങനെ ആ ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മള് ഷോക്കായി പോകുന്നത്. അതായത് ഇൻസ്പെക്ടർ ആരാന്ന് വെച്ചാല് ആ പെൺകുട്ടിയെ ആരാണോ കൊലപ്പെടുത്തിയത് അതേ ആള് തന്നെയാണ്. ഇൻസ്പെക്ടറും ഷോക്കായിട്ടുണ്ട്. ഏതോ ഒരുത്തും വിളിച്ചിട്ട് മർഡർ കണ്ടു എന്ന് പറഞ്ഞോ. അടുത്ത സീല് നമ്മുടെ ഹീറോ ആ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ട് അതേ വേഷത്തില് കാറ് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വരുന്നുണ്ട്. നോക്കുമ്പോൾ സ്റ്റേഷനിൽ നിന്നാണ്. അല്ല ഇത് സൂര്യാണോ? അതെ സാറേ സൂര്യ തന്നെയാ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വേഗം തന്നെ വരാൻ നോക്ക്. അപ്പൊ സൂര്യ, അല്ല സാറേ ഞാനതിനിപ്പോ സ്റ്റേഷനിലേക്ക് വരുന്നത്, അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. മര്യാദക്ക് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞാൽ അത് ചെയ്യേ. എന്നാൽ എന്താ സംഭവിക്കുന്നത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ സ്റ്റേഷനിലേക്ക് പോയിട്ട്, അല്ല സാറേ എന്റെ പേരാ സൂര്യ, എന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ നീയാണോ സൂര്യ, നീയാണോടാ ആ പെൺകുട്ടിയുടെ മാല അടിച്ചിട്ട് പോയത്? അല്ല സാറേ നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ ആരുടെ മാല തട്ടിപ്പറിച്ചു എന്ന്? അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ശ്വേതയുടെ ഫ്രണ്ടും വരുന്നത്. എന്നാൽ അവരെ കണ്ടപ്പോൾ ഹീറോ പറയുന്നുണ്ട് ഇവരാരാന്ന് പോലും എനിക്ക് അറിയില്ല സാറേ, പിന്നെ ഇവരുടെ മാല ഞാനെങ്ങനെ അടിച്ചിട്ട് പോവാ? എന്നാൽ ഫ്രണ്ട് പറയുന്നുണ്ട് അതൊന്നുമല്ല സാറേ, ഇവന് വ്യക്തമായിട്ട് ശ്വേതയെ അറിയാം. ഇവളൊരിക്കൽ ഒരാളെ ഹെൽപ്പ് ചെയ്തപ്പോ, അതുപോലെ ATM പൈസ എടുത്തപ്പോ, അതുപോലെ ഒരിക്കൽ ഇവന്റെ കാറിൽ തന്നെ ശ്വേതയെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവൾ അറിയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഇവന്റെ പ്ലാൻ ആയിരുന്നു സാറേ. ആ ഒരു മാല അടിച്ചു മാറ്റാന് ഇവനും ഇവന്റെ കൂട്ടാളിയും കൂടി തക്ക നോക്കിയിരുന്നു. അപ്പൊ ഹീറോ, ആ ഒരു പെൺകുട്ടി ഇരുന്നത് നിങ്ങൾ പറയും പോലെ ഞാൻ ആരുടെയും മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു തീർന്നില്ല ആ ഒരു പോലീസുകാരൻ നമ്മുടെ സൂര്യയുടെ മുഖത്തൊന്ന് കൊടുത്തിട്ട് നോണ പറയുന്നു. എന്നാൽ സൂര്യ, സാറേ ഞാനൊരു കള്ളനൊന്നുമല്ല, ഞാനൊരു ആർജിയ, എനിക്ക് മാനായിട്ടൊരു ജോലിയുണ്ട്. എന്നിട്ട് സൂര്യ തന്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു യഥാർത്ഥ കള്ളനില്ലേ അവനെ പോലീസ് പിടിച്ചിട്ട് കൊണ്ടിരുന്നുണ്ട്. അതായത് ഇവൻ ശ്വേതയുടെ പോലെ തന്നെ വേറെ പെൺകുട്ടിയുടെ മാല അടിച്ചു മാറ്റാൻ നോക്കിയപ്പോ നാട്ടുകാര് കൈയോടെ പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിച്ചതാണ്. അപ്പൊ കള്ളാപ്പി ചോദിക്കുന്നുണ്ട് അല്ല സാറേ സാറെന്താ ഇവിടെ, അന്നെ ബസ്സിൽ ഹെൽപ്പ് ചെയ്ത സാറല്ലേ? അപ്പൊ ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടില്ല സാറേ, ഈ ആർജെ ഇവൻ തന്നെയാ ഇവനെ ഹെൽപ്പ് ചെയ്തേ. അപ്പൊ കള്ളാപ്പി, സാറേ അതിന് ഇങ്ങനെ ആരാന്ന് എനിക്ക് അറിയില്ല, അന്ന് ഇവരുടെ മാല ഞാൻ അടിച്ചിട്ട് പോയപ്പോ ആരാന്ന് പോലും അറിയാത്ത എന്നെ ഈ ഒരു നല്ല മനുഷ്യനെ രക്ഷപ്പെടുത്തിയേ. അപ്പോ സൂര്യോട് പോലീസുകാരൻ പറയുന്നുണ്ട് ഇവൻ കാരണമാണ് അറിയാതെ നിങ്ങളുടെ മുഖത്ത് അടിക്കേണ്ടി വന്നത്. അതുപോലെ നമ്മുടെ ശ്വേതയും കാര്യം അറിയാതെയല്ലേ സൂര്യയുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തത്. അപ്പൊ അവനോട് സോറി ചോദിക്കാണ്. അപ്പൊ ഹീറോ, അല്ല നിങ്ങൾ എന്നോട് സോറി ഒന്നും പറയണ്ട, ഞാനാണ് നിങ്ങളോട് സോറിയും താങ്ക്സ് ഒക്കെ പറയണ്ടേ. താങ്ക്സ് എന്തിനാന്ന് വെച്ചാല് അന്ന് നിങ്ങളെ ആ റൗഡുകളുടെ ഇടയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയില്ലേ, അതിന് തന്നെ സോറി. ഇപ്പോ നിങ്ങൾ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, അതിനാണ് സോറി. അതും പറഞ്ഞ് ഹീറോയോട് ഇറങ്ങിപ്പോവാണ്. എന്നാൽ ശ്വേതയ്ക്കും ഫ്രണ്ടിനും മനസ്സ് സമ്മതിക്കുന്നില്ല. സൂര്യയുടെ പിന്നാലെ പോയിട്ട് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ, ഇപ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കുന്നു, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയാലോ, എന്തായാലും നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. അങ്ങനെ നമ്മുടെ സൂര്യയും സൂര്യയുടെ ഫ്രണ്ട് വിഘ്നേഷും അതുപോലെ നമ്മുടെ ഹീറോയിൻ ശ്വേതയും മൂന്നുപേരും നല്ല ഫ്രണ്ട്സ് ആവാണ്. ഇടക്കിടക്കൊക്കെ അവർ മീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും കൂടി ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ സൂര്യയ്ക്ക് ആരോ കോൾ ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ സൂര്യയുടെ കൂടെ RJ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവളുടെ പേരാണ് സോനു. അപ്പൊ ഇവളെ എങ്ങനെയാ നമ്മുടെ ഹീറോ ഐഡന്റിഫൈ ചെയ്യുന്ന വെച്ചാൽ അവളുടെ കഴുത്തിൽ ഒരു ടാറ്റു ഉണ്ട്. ആ ഒരു ടാറ്റു വെച്ചിട്ടാണ്. നമ്മുടെ സോനു എന്തിനാ ഇപ്പോ സൂര്യ വിളിച്ചെന്ന് വെച്ചാല് അവൾക്ക് സൂര്യയോട് ഒരു ക്രഷ് ഉണ്ട്, അപ്പോൾ ഒന്ന് പ്രപ്പോസ് ചെയ്യാനാണ്. എന്നാൽ സൂര്യക്ക് അത് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. സോനു, എനിക്ക് ആരും അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, നിന്നെ തന്നെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് നിന്റെ കഴുത്തിലുള്ള ഈ ഒരു ടാറ്റു വെച്ചിട്ടാണ്. അല്ല നീ എന്നോട് എന്തോ പറയാൻ വന്നതല്ലേ? അപ്പൊ സോനു, അയ്യേ ഞാനൊന്നും പറയാൻ വന്നല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ടൗണിൽ ഇറങ്ങിയപ്പോ ഒന്ന് മീറ്റ് ചെയ്യാന്ന് കരുതിയിട്ട് അങ്ങനെ വെറുതെ. അതായത് ഹീറോയുടെ സിറ്റുവേഷൻ മനസ്സിലായപ്പോ പണി പാള് നിറഞ്ഞിട്ട് അവള് ജീവനും കൊണ്ട് അവിടെ നോടി രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ നമ്മുടെ സൂര്യ പറഞ്ഞ എല്ലാ കാര്യവും ശ്വേത കേട്ടിട്ടുണ്ട്. അവൾക്ക് സൂര്യയുടെ സിറ്റുവേഷൻ കത്തിയിട്ടുണ്ട്. ആഹാ, അപ്പൊ ഇത്രയും നാളും നീ എന്നോട് നുണ പറഞ്ഞതായിരുന്നല്ലേ, ഓരോ പ്രാവശ്യവും നീ എന്നെ കാണുമ്പോ ഓർക്കാൻ പറ്റാത്തത്, ഇങ്ങനെയൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നുണ്ടല്ലേ എന്നോട് ഇത് ഒളിച്ചു വെക്കാന് നിനക്ക് എങ്ങനെയാ തോന്നിയേ? അതും പറഞ്ഞ ദേഷ്യത്തില് ശ്വേത അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് കുറച്ചു നേരത്തെ നമ്മുടെ സൂര്യ ആ ഒരു ഫോൺ ബൂത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആ പെൺകുട്ടിയുടെ മർഡർ കംപ്ലൈന്റ് ചെയ്തിരുന്നില്ലേ? എന്നാൽ ആ ഒരു കൊലപാതകം നടത്തിയത് തന്നെ SI അല്ലേ? അങ്ങനെ ഏത് നമ്പറിൽ നിന്നാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചതെന്ന് കണ്ടെത്തിയിട്ട് ആ ഒരു കടയിലേക്ക് പോയി നോക്കുമ്പോ അതൊരു പബ്ലിക് ബൂത്ത് അല്ലേ, ഇവിടെ നിന്ന് ആർക്ക് വേണമെങ്കിലും വിളിക്കാലോ. എന്നാൽ ആ കടയിൽ വന്നിട്ട് ഫോൺ വിളിക്കുന്ന ആളുകളുടെ ഫേസ് റെക്കോർഡ് ആവാന് CCTV ക്യാമറ എവിടെ ഉണ്ടോ നോക്കുമ്പോ അവിടെ എവിടെയും ക്യാമറ കാണുന്നില്ല. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ കടയിലെ ഒരു ക്യാമറ നമ്മുടെ SI കാണുന്നത്. അപ്പോ ആ ഒരു കടയിലെ CCTV വിഷ്വൽ ചെക്ക് ചെയ്യുമ്പോൾ ഏതോ ഒരുത്തൻ തൊപ്പി കിട്ടിട്ടാണ് സ്റ്റേഷനിലേക്ക് വിളിച്ച ആ ഒരു സമയത്ത് ആ ഒരു ബൂത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ സൂര്യയുടെ ഫേസ് കറക്റ്റ് വ്യക്തമായിട്ട് SIക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ സൂര്യ വന്നിട്ടായിരുന്ന ആ ഒരു കാറില്ലേ, അവന്റെ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ സൂര്യയില്ലേ വീട്ടിലിരുന്ന് കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിൻ ശ്വേത വരികയാണ്. അവള് പറയുന്നുണ്ട് നമ്മള് ഫ്രണ്ട്സ് അല്ലേ, പിന്നെ എന്തിനാ നമ്മളുടെ ഇടയിൽ ഒരു പ്രശ്നം
പ്രശ്നം ഉണ്ടാക്കുന്നത്? പിന്നെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഞാനും നീ പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയനെ. അതുകൊണ്ട് നമുക്കെല്ലാം കോംപ്ലിമെന്റ് ആക്കാം. അപ്പോഴാണ് ആരോ പുറത്ത് വാതില് തട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. നോക്കുമ്പോ ആ ഒരു SI ആണ്. ആഹാ, അങ്ങേര് സൂര്യയുടെ വണ്ടി നമ്പർ കളക്ട് ചെയ്തിട്ട് വീട്ടിലെത്തിയോ? എന്നാൽ നമ്മൾ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങേര് വേറൊരു അപ്പാർട്ട്മെന്റിന്റെ വാതിലാണ് തട്ടിയത്. അപ്പോൾ അവിടുത്തെ ലേഡിയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ സൂര്യ എന്ന ഒരു പയ്യൻ സ്റ്റേ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോ ഒരു പയ്യനും ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല സാറേ. എന്നാൽ കുറച്ച് നാൾ മുമ്പ് ഒരു പയ്യൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ പേര് സൂര്യ എന്നാണോ എന്നറിയില്ല. എന്നാൽ അവൻ വീട് കാലിയാക്കിട്ട് പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ SI ചിന്തിക്കുന്നുണ്ട്, ആഹാ, അവൻ രക്ഷപ്പെട്ടു പോയാ ഇനി പണിയാവോ? കാലിപ്പിൽ SI അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മരണപ്പെട്ടു പോയ ആ ഒരു പെൺകുട്ടിയില്ലേ, അവളുടെ പേര് ബോബി എന്നാണ്. ബോബിക്കും ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. എന്നാൽ ബോബി ആരാന്ന് വെച്ചാല് നമ്മുടെ പോലീസുകാരി ACP ഇല്ലേ, അവരുടെ വീട്ടില് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ബോബിയുടെ വീട്ടിൽ വന്ന് അവളുടെ മകൾക്ക് ACP കുറച്ച് ചോക്ലേറ്റും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ആ ഫാമിലിയെ സമാധാനിപ്പിച്ചിട്ട് അവരവിടെ തിരിച്ചു പോവാണ്. എന്നാൽ ACPയുടെ ഹസ്ബൻഡ് വരുണില്ലേ, അവരുടെ കൂടെ തന്നെ വന്നിട്ടും കാറിലിരിക്കുകയാണ്. എന്നാൽ ബോബിയുടെ വീട്ടിലിറങ്ങോ അവരൊന്ന് സമാധാനിപ്പിക്കുക ചെയ്തിട്ടില്ല. അപ്പൊ ACP ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു നല്ല വാക്ക് അവരോട് പറഞ്ഞൂടെ? എന്നാൽ വരുണാണെങ്കിൽ എനിക്കിപ്പോ ആരോടും ഒന്നും പറയാൻ താല്പര്യമില്ല, നീ പോയില്ലേ അത് തന്നെ മതി. അടുത്ത സീനില് നമ്മുടെ സൂര്യയില്ലേ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ SI സൂര്യയുടെ കാറ് കാണാണ്. ആഹാ, ഇതാ കാറല്ലേ, അതേ നമ്പർ. അപ്പോ അതിലാ മർഡർ കണ്ട ആ പയ്യനുണ്ടാവല്ലോ. അങ്ങനെ സൂര്യ ഫോളോ ചെയ്ത് പോയിട്ട് തക്കം കിട്ടിയപ്പോ അവനെ ബ്ലോക്ക് ചെയ്ത് അടിച്ച് പിഴിഞ്ഞിട്ട് ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുപോവാണ്. അങ്ങനെ വല്ലാതെ അവൻ ഉപദ്രവിച്ചിട്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പോലീസിനെ കുറിച്ച് തന്നെ സാക്ഷി പറയാന്? അപ്പോഴാണ് അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോ കുറച്ച് ആളുകള് ആ ഒരു SIയെ റൗണ്ട് ഇടുകയാണ്. എന്നാൽ അതിനിടയിൽ സൂര്യ അടിച്ച് താഴെയിട്ടിട്ട് ആ ഒരു SI അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അടുത്ത സീനില് ACPയുടെ ഹസ്ബൻഡ് വരുണില്ലേ, അവൻ നേരെ മരണപ്പെട്ട ബോബിയുടെ വീട്ടിലേക്ക് പോയിട്ട് കെട്ടുകണക്കിന് പൈസ കൊടുക്കുന്നുണ്ട്. എന്നാൽ ബോബിയുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ ചെറുമകളെ വളർത്താനോ അവളെ പഠിപ്പിക്കാൻ ഈ പൈസ ആവശ്യം വരും. കുറെ നാള് ബോബി ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തല്ലേ, ഇത് ഞങ്ങളുടെ ഒരു ചെറിയ സഹായം കണ്ടാൽ മതി. അതും പറഞ്ഞ് അവരോട് തിരിച്ചു വരുമ്പോ അവന്റെ മുഖത്തൊരു ചിരിയുണ്ട്. ഇനി ബോബിയുടെ മർഡറായിട്ട് ഇവൻ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത സീനില് നമ്മുടെ ഹീറോ സൂര്യ വല്ലാതെ ഭയന്നിരിക്കുകയാണ്. കാരണം ആ ഒരു പെൺകുട്ടി കൊലപ്പെടുത്തിയ ആളെ സൂര്യ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അവന്റെ ഫേസ് നമ്മുടെ ഹീറോയ്ക്ക് കറക്റ്റ് ഓർത്തുവെക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ആരെ കാണുമ്പോഴും ഇനിയിപ്പോ അവനായിരിക്കോ അല്ലെങ്കിൽ മറ്റവനായിരിക്കോ കൊലയാളി? അങ്ങനെ ഓരോ നിമിഷവും വല്ലാതെ പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ പേടിച്ച് എത്ര കാലം ജീവിക്കാൻ പറ്റും? എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കന്നെ. അങ്ങനെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് തിരിക്കുന്നുണ്ട്. ഇനിയെങ്ങാനും ആ ഒരു കൊലയാളി SIയുടെ നേരെ മുമ്പ് തന്നെ നമ്മുടെ ഹീറോ ചെന്ന് പെടുവോ ഇല്ലയോ നമ്മൾ കണ്ടു തന്നെ അറിയണം. അടുത്ത സീനില് നമ്മുടെ ACPയുടെ ഹസ്ബൻഡ് വരുണ് അതുപോലെ നമ്മുടെ SI ഇല്ലേ, അവര് മൂന്നുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ACP വരുണിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി നമ്മുടെ ബോബിയുടെ വീട്ടിലേക്ക് നിങ്ങൾ പോയിരുന്നോ? അത് കേട്ടപ്പോ വരുണിന്റെ മുഖത്ത് ചെറിയൊരു ഭയം വരുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോയപ്പോ രാവിലെ നിന്റെ കൂടെ ആ വീട്ടിലേക്ക് വരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടാണ് ആ വീട്ടിൽ കയറിയതും അവർക്ക് ഹെൽപ്പിന് വേണ്ടി കുറച്ച് പൈസ കൊടുത്തിട്ട് വന്നത്. അപ്പൊ ACP അതെന്തായാലും നന്നായി. എന്നിട്ടൊരു ചെറിയ ബ്ലാസ്ക് എടുത്ത് വെച്ചിട്ട് ACP ചോദിക്കുന്നുണ്ട്, ഇതേതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരിക്കൽ നമ്മൾ രണ്ടുപേരും ഗോവയിലേക്ക് ട്രിപ്പ് പോയിരുന്നില്ലേ, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ ഞാൻ നിങ്ങൾക്ക് വാങ്ങി തന്ന അതേ ബ്ലാസ്കാണിത്. ഇതെങ്ങനെയാ ബോബി മരണപ്പെട്ട ആ ഒരു ക്രൈം സീലുണ്ടായ? അപ്പൊ വരോണ് ഇതെങ്ങനെയാ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. ആ ശരിയാ, ഇപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തെ. ബോബി ഒന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വല്ലാതെ ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനാണ് അവൾക്ക് ഫ്ലാസ്ക് കൊടുത്തുവിട്ടത്. ചിലപ്പോ അങ്ങനെയായിരിക്കാം ആ ഒരു ക്രൈം സീനില് ബോട്ടിലെത്തിയത്. എന്നാല് വരുണ് നല്ല പേടിയുണ്ട്. പറഞ്ഞതില് എന്തെങ്കിലും ACP കണ്ടെത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂഴ്ന്നെടുക്കാനുള്ള പ്ലാനാണോ? അതേ സമയത്താണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള സൂര്യയില്ലേ സ്റ്റേഷനിലേക്ക് വരുന്നതും ഹെഡ് കോൺസ്റ്റബിളിനോട് SIയെ കണ്ടിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാണ്ടെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് ACPയുടെ റൂമിന്റെ വാതില് കാറ്റത്ത് ചെറുതായിട്ട് തുറക്കുമ്പോ നമ്മുടെ SI ഇല്ലേ സൂര്യ കാണുന്നേ. അവനെ കണ്ടപ്പോ SIയുടെ ഉള്ളിൽ പേടി തുടങ്ങിയിട്ടുണ്ട്. ആഹാ, ഇവനിപ്പോ എന്തിനിങ്ങോട്ട് വന്നേ, പണി പാളുവാ. അങ്ങനെ ഭക്ഷണം കഴിച്ച് തീർക്കുന്നതിന് മുൻപ് തന്നെ SI അവിടെ എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോ ACP ചോദിക്കുന്നുണ്ട്, അല്ല താനിതെങ്ങോട്ടാ? ആ കഴിച്ചത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോ. SIക്കും വേറെ നിവൃത്തിയില്ല. അതേ സമയത്ത് വരുണാണെങ്കിൽ പേടിച്ചിരിക്കല്ലേ. അപ്പോഴാണ് വരുണിന്റെ ഭാഗ്യത്തിന് അവന്റെ ഫോൺ റിംഗ് ആവുന്നത്. ഇതാ ഞാൻ ഇപ്പൊ എത്തിയെന്നും പറഞ്ഞിട്ട് ഒരു അർജന്റ് കോൾ ഉണ്ട്, അപ്പൊ എനിക്കിപ്പോ പോയേ മതിയാവും. അങ്ങനെ വരുൺ അവിടെ നിന്ന് ഓടി തള്ളാൻ നോക്കുമ്പോ SI പിന്നാലെ വന്നിട്ട് വരുണ് മറന്നു വെച്ച അവനെ ഗ്ലാസ് കൊടുക്കാണ്. അപ്പോഴാണ് വരുണിന്റെ SIന്റെ മുഖത്ത് ഒരു ചിരി വരുന്നത്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും ആ പെൺകുട്ടിയുടെ മർഡറായിട്ട് എന്തോ ബന്ധമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാൻ തോന്നുന്നുണ്ട്. അങ്ങനെ SI ആണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പുറത്ത് നമ്മുടെ സൂര്യ നോക്കുമ്പോ അവിടെ എവിടെയും കാണാനില്ല. ആഹാ, ഇതുവനോട് പോയി. അപ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മുടെ സൂര്യയിലെ നേരെ ACPയെ തന്നെ മീറ്റ് ചെയ്യാന് അവരുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് സൂര്യ പറയുന്നുണ്ട്, മേഡം എനിക്കൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ അവന്റെ അസുഖത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ച ശേഷം കുറച്ച് നാള് മുൻപ് ബോബി എന്നൊരു പെൺകുട്ടി മരണപ്പെട്ടില്ലേ, അത് ആക്സിഡന്റ് ആയിട്ടാണ് ന്യൂസിലും മീഡിയയിലൊക്കെ പറഞ്ഞത്. എന്നാൽ അതൊരു മർഡർ ആയിരുന്നു മേഡം. കാരണം ആ ഒരു ക്രൈം ഞാൻ നേരിട്ട് കണ്ടതാ. അവളെ ഒരാള് ആ ഒരു ലോറിയിലേക്ക് തള്ളിവിടുകയായിരുന്നു. അപ്പൊ ACP, അല്ല നിങ്ങൾക്ക് ആ ഒരു കൊലയാളിയുടെ ഫേസ് ഓർത്തെടുക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, വേറെ എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ? ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അതേ സ്ഥലത്ത് ഒരു കാറ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ
കൊലയാളി ആ കാറിൽ കയറി പോയിരുന്നു. എന്നാൽ ആ നമ്പർ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ SIP, അതായത് നിങ്ങൾ പറയുന്നത് ഒരാളല്ല ആ പെൺകുട്ടി കൊലപ്പെടുത്തിയെ 2 ആളുകൾ ചേർന്നിട്ടാണല്ലേ? എന്തായാലും ബോബിക്ക് ഞാൻ നീതി വാങ്ങി കൊടുത്തിരിക്കും. ആ കൊലയാളികളെ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ ഹെഡ് കോൺസ്റ്റബിളിനോട് നോട്ട് ചെയ്യാൻ പറഞ്ഞേക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് സൂര്യ നിങ്ങൾ പോയിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. അങ്ങനെ സൂര്യ അവിടെ നിന്ന് തിരിച്ച് പോകുമ്പോൾ എന്തോന്ന് ഓർമ്മ വന്ന് തിരിച്ചു എന്ന് പറയുന്നുണ്ട്. മാഡം, ഇന്നലെ ആ ഒരു കൊലയാളിയില്ലേ, അയാള് എന്നെയും കൊല്ലാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെടാനായിട്ട് അവന്റെ ഷർട്ട് പിടിച്ച് വലിച്ചപ്പോ അവന്റെ നെഞ്ചിലായിട്ട് ഒരു ചെറിയ കുഞ്ഞിന്റെ കാൽപാദം പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ SIP, ആഹാ അത് അടിപൊളിയാണല്ലോ, ഞാനത് നോട്ട് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ പോയിക്കോ സൂര്യ, എന്തെങ്കിലും സഹായം വേണമെങ്കിലേ ഞാൻ വിളിപ്പിച്ചോളാം. അങ്ങനെ സൂര്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ നമ്മുടെ SIP ഇല്ലേ, അവരിരുന്നിട്ട് എന്തോന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചേരം എന്തോ ചിന്തിച്ച ശേഷം ഓടിപ്പോയിട്ട് നമ്മുടെ SI ഇല്ലേ, അയാളുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കാണ്. അല്ല, SIPക്ക് SI ആണ് അവളെ കൊലപ്പെടുത്തിയെന്ന് മനസ്സിലായോ? അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് SI ബോബിയെ കൊലപ്പെടുത്തിയില്ലേ, അതിനുശേഷം രക്ഷപ്പെട്ടു പോകാൻ ഒരു കാറ് വന്നില്ലേ, ആ ഒരു കാറ് ആരാ ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോ അത് വേറെ ആരുമല്ല, നമ്മുടെ SIP തന്നെയാണ്. ആഹാ, ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണപ്പോ അവളെ കൊലപ്പെടുത്തിയെ. എന്നാലിപ്പോ എന്തിനാ ബോബിയെ കൊലപ്പെടുത്തിയെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. കാലിപ്പില് SIP ചോദിക്കുന്നുണ്ട്, അവനാണെങ്കിലേ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, പിന്നെ നീ എന്തിനാ അവന്റെ പിന്നാലെ പോയിട്ട് അവൻ ഉപദ്രവിക്കാൻ നോക്കിയേ? അപ്പൊ SI, അവൻ അതിന് മാത്രം വലിയ സംഭവമൊന്നുമല്ല, ഇന്നലെ തന്നെ തീർന്നേനെ. അല്ല മാഡം, ഇപ്പൊ എന്താ പ്രശ്നം? എടാ മരത്തലയാ, അവൻ നിന്റെ നെഞ്ചിലുള്ള ഈ ഒരു ടാറ്റു കണ്ടിട്ടുണ്ട്. അത് മാത്രല്ല, അവൻ നേരിട്ട് വന്ന് സ്റ്റേഷനിൽ കംപ്ലൈന്റ് തന്നിട്ടാ പോയത്. എന്നാലും പൊന്നുമോനെ SI, നിനക്കൊരു ഭാഗ്യമുണ്ട്. അതായത് അവൻ ആളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് എസ്കേപ്പാണ്. എന്നാൽ അവനങ്ങനെ വെറുതെ വിടാൻ പാടില്ല, കാരണം വിട്ടുകഴിഞ്ഞാല് എപ്പോഴെങ്കിലും നമുക്ക് പണി കിട്ടും. അടുത്ത സീനില് കുറച്ച് നാളായാലേ നമ്മുടെ സൂര്യയും ശ്രേയയും കൂടി ഫ്രണ്ട്സായി ഒന്നിച്ച് ചുറ്റാൻ തുടങ്ങിയിട്ട് ഓൾറെഡി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രഷ് സ്റ്റാർട്ട് ആയതുമല്ലേ. അങ്ങനെ അവരുടെ ഇടയിലുള്ള പ്രണയം നല്ല സ്ട്രോങ് ആവാണ്. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് പുറത്തൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അങ്ങനെ സൂര്യയും ശ്രേയയും പാർക്കിലിരിക്കുമ്പോൾ ഒരു പയ്യൻ ബേഗ് മറന്നു വെച്ച് പോയത് കണ്ടിട്ട് നമ്മുടെ സൂര്യ അവനെ ബേഗ് എടുത്തു കൊടുക്കുകയാണ്. എന്നാൽ ശ്രേയ പെട്ടെന്ന് സൂര്യക്ക് തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും ഐഡന്റിറ്റി വേണ്ടേ, അതിനായിട്ട് ശ്രേയ അവളുടെ മുടി കളർ ചെയ്യാണ്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരിക്കൽ സൂര്യ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസില്ലേ സൂര്യ ബ്ലോക്ക് ചെയ്യാണ്. എന്തെങ്കിലും ചോദിക്കാനായിരിക്കും വിചാരിക്കുമ്പോൾ പിടിച്ചു വലിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ എന്താ ചെയ്തെന്ന് ചോദിച്ചിട്ടും അവരൊന്നും പറയുന്നില്ല. സൂര്യയെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് SIP ചോദിക്കുന്നുണ്ട്, അപ്പൊ പൊന്നുമോനെ സൂര്യ പറ, എന്തിനാടാ നീ ബോബിയെ കൊലപ്പെടുത്തിയത്? അല്ല മാഡം, നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ എന്തിനാ കൊലപ്പെടുത്തുന്നത്? എല്ലാ കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഇനിയിപ്പോ ഞാനായിരുന്നു അവരെ കൊലപ്പെടുത്തിയെങ്കിൽ ഞാൻ തന്നെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കംപ്ലൈന്റ് തരണോ? എനിക്കെന്താ കിളി മാറിയിട്ടുണ്ടോ? അപ്പൊ SIP, പൊന്നുമോനെ, നിന്നെപ്പോലെ കുറെ എണ്ണത്തിന് ഞാൻ മുമ്പ് കണ്ടതാ. ചില ആളുകള് ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ റിലേഷനില് ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ട് ഭാര്യയെ കാണുന്നില്ല, ഫ്രണ്ടിനെ കാണുന്നില്ല, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് ഒന്ന് കണ്ടുപിടിക്കുന്നു, ഒന്നും അറിയാത്ത പോലെ കംപ്ലൈന്റ് ചെയ്യും. അവസാനം അതിന്റെ പിന്നാലെ പോകുമ്പോ അവന്മാര് തന്നെയായിരിക്കും ആ കൊലയൊക്കെ ചെയ്തേ. അപ്പൊ അതുപോലെ വെറുതെ ഡ്രാമ ഇറക്കല്ലേ. അതിന്റെ പുറമെ എന്തോ ഒരു സർട്ടിഫിക്കറ്റ്, ആരുടെയും ഫേസ് മനസ്സിലാക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ എവിഡൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. സത്യം പറ, നീയും ബോബിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നില്ലേ? അത് പുറത്തു വരാതിരിക്കാനല്ലേ അവളെ നീ കൊന്നളഞ്ഞ്? ബോബി കൊല്ലപ്പെട്ട ആ ഒരു ക്രൈം സീൻ വെച്ചിട്ട് അവള് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലാസ്ക് പോലെ വാട്ടർ ക്യാൻ കിട്ടിയിട്ടുണ്ട്. അതില് സൂര്യ നിന്റെ ഫിംഗർ പ്രിന്റും ഉണ്ട്. ഇനിയിപ്പോ അതും നുണയാണെന്നാണ് നീ പറയുന്നെങ്കിൽ നീ അവളെ കൊലപ്പെടുന്നത് നേരിട്ട് കണ്ട ഒരു സാക്ഷിയുണ്ട്. അങ്ങനെ ഒരുത്തിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അപ്പൊ പറ, നീ കണ്ടതല്ലേ? കണ്ടതാ മാഡം, ഇയാള് തന്നെയാ ആ പെൺകുട്ടിയെ ലോറിയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെ. എന്നാൽ ഹീറോ, മാഡം എനിക്ക് ഇയാളെ അറിയയില്ല, ഇവനെ ഞാൻ കണ്ട പരിചയം പോലുമില്ല. അപ്പോഴാണ് അവരൊരു വിഷ്വല് പ്ലേ ചെയ്യുന്നത്. അതായത് സൂര്യയും ശ്രേയയും കൂടി പാർക്കിലിരുന്നപ്പോ ഇതേ പയ്യനാണ് അവരെന്ന് ആ ബാഗ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവനാണെങ്കിൽ ആ ഒരു ബാഗ് തുറക്കുമ്പോൾ അതിൽ കെട്ടുകണക്കിന് പൈസയാണ്. അതായത് ഇതൊക്കെ ഒരു തെളിവായിട്ട് തന്നെ ക്യാമറയിൽ ക്യാപ്ചർ ആവുന്ന രീതിയിൽ തന്നെ അവൻ സെറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് സാക്ഷി പറയുന്നുണ്ട്, മാഡം ഇയാളില്ലേ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ഞാൻ നേരിട്ട് കണ്ടപ്പോ എനിക്ക് പൈസ തന്നിട്ട് ഒരിക്കലും പോലീസിനോടോ ആരോടും പുറത്ത് പറയരുതെന്ന് ഇയാളെന്നോട് പറഞ്ഞതാ. എന്നാൽ അത് കേട്ടപ്പോ നമ്മുടെ സൂര്യക്ക് കൺട്രോൾ പോയിട്ട്, നീ എന്തൊക്കെയാണ് പറയുന്നേ? നിന്നെ ഇതിനു മുമ്പ് ഞാൻ എവിടെയാണ് കണ്ടിട്ടില്ലേ? അപ്പോ പോലീസുകാര് സൂര്യ പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ SIP സാക്ഷിയോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അഡ്രസ്സ്, പേര്, ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി തന്നേക്ക്, ആവശ്യം വന്നാലും വിളിപ്പിച്ചേക്കാം. അങ്ങനെ ഹീറോ തന്നെയാണ് ബോബിയെ കൊലപ്പെടുത്തിയെന്ന് ഉറപ്പിച്ചിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് സെല്ലിൽ അടക്കിയാണ്. അടുത്ത സീനില് SI ഇല്ലേ നമ്മുടെ സൂര്യയെ മെഡിക്കൽ ടെസ്റ്റ് നടത്താനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് അവൻ രക്ഷപ്പെടാൻ നോക്കിയെന്നും പറഞ്ഞ് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനാണ് നമ്മുടെ SIയുടെയും ടീമിന്റെയും പ്ലാന്. അങ്ങനെ ഹീറോയോട് യൂറിൻ സാമ്പിൾ എടുക്കാൻ പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് അയക്കുമ്പോൾ അവിടെ ഓൾറെഡി SI സെറ്റ് ചെയ്ത് വെച്ച 2 നേഴ്സ് അസിസ്റ്റന്മാരുടെ വേഷത്തിലുള്ള ആളുകൾക്ക് കണ്ണ് കാണിക്കുന്നുണ്ട് അവനെ തീർത്തേക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ബാത്റൂമിൽ സൂര്യ കാത്തു നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് അവിടെ ഒരു പോലീസുകാരുണ്ടായിരുന്നു. അങ്ങേര് അവരുടെ കയ്യിലെ ആ ഒരു കത്തി കണ്ടിട്ട്, അല്ല എന്താ കത്തി വെച്ച് പരിപാടി? എന്നാൽ അവർ രണ്ടുപേരും ആ പോലീസുകാരനെ അടിച്ച് ബോധം കെടുത്താണ്. എന്നാൽ അതൊന്നും അറിയാതെയാണ് സൂര്യ ബാത്റൂമിലേക്ക് വരുന്നത്. വന്ന ഉടൻ തന്നെ അവന്റെ നേരേക്ക് അവർ കത്തിയായിട്ട് പായാണ്. തലനാരിഴക്ക് സൂര്യ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താഴെ വീണ് കിടക്കുന്ന ആ ഒരു പോലീസുകാരല്ലേ, അങ്ങേര് സൂര്യ രക്ഷിക്കാന് ഗണ്ണ് അവർക്ക് നേരെ ചൂണ്ടുമ്പോൾ അവർ ആ കത്തി വെച്ചിട്ട് ആ പോലീസുകാരനെ കൊലപ്പെടുത്താണ്. അതിനിടയിൽ സൂര്യയുടെ കയ്യിൽ ആ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരെ ആ ഗൺ മുന്നിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് സൂര്യ രക്ഷപ്പെട്ടു പോവാണ്. സൂര്യ രക്ഷപ്പെട്ടു പോയ കാര്യം
കാര്യം നമ്മുടെ SI ഇല്ലേ ACP വിളിച്ചു പറയുമ്പോൾ നിനക്ക് എന്തിനാടോ തൊപ്പി, മര്യാദക്ക് അവനെ തേടി കണ്ടുപിടിച്ചോ ഇല്ലെങ്കിൽ സ്വഭാവം മാറും. അതും പറഞ്ഞിട്ട് ACP ഫോണ് കട്ടിയാണ്. അതേ സമയത്ത് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സൂര്യയില്ലേ ഒരാളുടെ അടുത്ത് ഫോൺ വാങ്ങിയിട്ട് ഫ്രണ്ടിന് വിളിക്കാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഘ്നേഷിനെ വിളിച്ചിട്ട് ആ ഒരു പെൺകുട്ടിയുടെ കൊലപാതകല്ലേ അത് പോലീസ് ടീം എന്റെ തലയിൽ കെട്ടിയിട്ട് എന്നെ അറസ്റ്റ് ചെയ്തതാ. അവരെന്നെ കൊല്ലാൻ നോക്കുന്നതിന് മുമ്പ് ഞാൻ രക്ഷപ്പെട്ട് പോന്നതാണ്. എന്നാൽ അതിനുള്ളിലെ ആ ഒരു ഫോണിന്റെ ഓണറില്ലേ ആ ഒരു ഫോൺ പിടിച്ചു വാങ്ങാണ്. അല്ല ഫ്രണ്ടിന് ഫോണിനെന്ന് പറഞ്ഞിട്ട് പോലീസ് രക്ഷപ്പെട്ടു വന്നതാണെന്നൊക്കെ പറയുന്നത് നീ ആരടാ? അവിടെ നിന്ന് ആ പണിയെന്ന് ഉറപ്പായപ്പോ അവിടെ നിന്ന് നമ്മുടെ സൂര്യ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതേ സമയത്ത് കുറച്ചു നേരത്തെ ഹീറോ ആ ഒരു പെൺകുട്ടി കൊലപ്പെടുന്ന കണ്ടു എന്ന് പറഞ്ഞാൽ ആ ഒരു സാക്ഷിയില്ലേ അവനവന്റെ പേരും അഡ്രസ്സൊക്കെ പറയുന്നത് ഹീറോ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു അഡ്രസ്സ് തന്നെയാണ് ചിലപ്പോൾ അവനുള്ളെങ്കിലോ. അങ്ങനെ സൂര്യ ആ ഒരു അഡ്രസ്സിലേക്ക് പോയി നോക്കുമ്പോൾ ആ മരപ്പൊട്ടനാണെങ്കിൽ അവന്റെ കറക്റ്റ് അഡ്രസ്സാ പറഞ്ഞു കൊടുത്തിട്ടില്ലേ. അപ്പോൾ സൂര്യ കണ്ടപ്പോ അവനവിടെ നിന്ന് ഓടി തള്ളുന്നുണ്ട്. പൊന്നു മോനെ നീ അവിടെ നിന്നോ, നീ ഞാൻ കൊലപ്പെടുന്ന കണ്ടൂലേ. എന്നാൽ അതിനുള്ളിലെ ഓപ്പോസിറ്റ് എന്നൊരു കാറിലെ അവനെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അങ്ങനെ സാക്ഷിയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ആഹാ ആകെ ഉണ്ടായിരുന്നൊരു തുറപ്പിച്ചോട്ടും ഇപ്പൊ ഇല്ലാതായ. അപ്പോഴാണ് ഹീറോയുടെ ഫ്രണ്ട് വിഘ്നേഷ് വന്നിട്ട് എടാ സൂര്യ വാടാന്ന് വിളിക്കുന്നേ. അപ്പൊ ഹീറോയ്ക്ക് അവനെ മനസ്സിലാവുന്നില്ല. നിന്റെ ഫ്രണ്ട് വിഘ്നേഷാടാ വേഗം വാടാ. അങ്ങനെ അവിടെ നിന്ന് സൂര്യ കൂട്ടിട്ട് വിഘ്നേഷും ഹീറോയും അവര് 3 പേരും കൂടി സൂര്യയുടെ സിറ്റുവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂര്യ എനിക്കൊരു മരണം നടന്ന കുടുംബത്തിലെ അവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം എന്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയതല്ലേ. എന്നാൽ ബോബിയുടെ ഫാമിലിക്ക് അവർക്കറിയില്ല. അവർ കരുതിയതുപോലെ അവരുടെ മകളുടേത് ഒരു സൂയിസൈഡ് അല്ല മറിച്ച് ഒരു കൊലപാതകമാണ്. അവൾക്ക് നീതി വാങ്ങിക്കൊടുത്തേ മതിയാവും. അങ്ങനെ അവര് 3 പേരും നേരെ ബോബിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് ബോബിയുടെ അച്ഛനും അമ്മയും തമ്മിൽ എന്തോ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ACPയുടെ ഹസ്ബൻഡിലെ വരുണ് കൊണ്ടുകൊടുത്ത പൈസ മുഴുവൻ റോട്ടിലിട്ട് കത്തിക്കുകയാണ്. അമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതെന്താ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. നമ്മുടെ മോള് ബോബിയിലെ അവൾ എന്തും പറഞ്ഞിട്ടാ വീട്ടിലേക്ക് പോയ പൈസ ഉണ്ടാക്കണം പൈസ പൈസ എന്ന് പറഞ്ഞിട്ടല്ലേ. അവസാനം പൈസ മാത്രമേ കയ്യിലുള്ളൂ. നമ്മുടെ മോളിവിടെ അവള് ചാരമായിട്ട് ഒരു ഓർമ്മയായിട്ടല്ലേ ഇപ്പോ നമ്മുടെ ഉള്ളിലുള്ളൂ. അപ്പോഴാണ് വിഘ്നേഷ് പറയുന്നത് അങ്ങേര് പ്രശ്നം ഉണ്ടാക്കുന്നതിലും കാര്യമില്ലേ. ബോബി അവള് മരണപ്പെടുന്നതിന് മുൻപ് 3 മാസം ഗർഭിണിയായിരുന്നു പോലും. അപ്പൊ ശ്രേയ അല്ല അവള് ഗർഭിണിയാണെങ്കിൽ അവളുടെ അച്ഛനെതിരെ ദേഷ്യപ്പെടേണ്ട ആവശ്യം. അതായത് ബോബിയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ 3 മാസം അവൾ എങ്ങനെ ഗർഭിണിയാവുക? ഇനിയും സൂര്യ പറയാൻ വന്ന കാര്യം മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നേരെ ബോബിയുടെ അച്ഛനോട് അവരുടെ മകൾക്ക് സംഭവിച്ച കാര്യം പറയുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നീ നേരിട്ട് കണ്ടതാണോ? ഞാൻ നേരിട്ട് കണ്ടതാ. നിങ്ങളുടെ മകളെ ഒരു ലോറിയുടെ മുമ്പിലേക്ക് ഒരാള് തള്ളി വിടുകയായിരുന്നു. അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട് അല്ല എന്റെ മോളെ കൊന്ന ആ കൊലയാളി അവൻ ആരാ? അത് സാറേ അവൻ ആരാന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എനിക്കൊരാളുടെ മുഖം പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ബോബിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് താനത് കളിക്കുക? നിങ്ങൾ എന്തെങ്കിലും ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാണോ? എവിടെയെങ്കിലും ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഹീറോയെ തല്ലാൻ വരുമ്പോ അതിനുള്ളിൽ ഫ്രണ്ട് വന്നിട്ട് നമ്മുടെ സൂര്യ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവര് 3 പേരും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്വേതയുടെ അമ്മയിലെ സൂര്യ വിളിക്കുന്നത്. നിന്നെക്കുറിച്ച് എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ മോളുടെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ നിന്റെ പ്ലാന് അവളെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക്. നമ്മുടെ സൂര്യ ആണെങ്കിൽ കൂടുതലൊന്നും പറയാതെ ശ്വേതയെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയും ഫ്രണ്ടുമില്ലേ നേരെ പോകുന്നത് ആ ഒരു പാർക്കിലേക്കാണ്. അതായത് ആ ഒരു സാക്ഷിക്ക് ഒരു വെറും ബാഗ് മാത്രമാണ് ഹീറോ എടുത്തു കൊടുത്തത്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ അത്രയും പൈസ എങ്ങനെ വന്നേ? അത്രയും പൈസ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു എവിഡൻസ് ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലെ ഏതൊരു വലിയ കൈ തന്നെയുണ്ട്. ആ ഒരു പാർക്കിലേക്ക് നമ്മൾ പോയിട്ട് CCTV വിഷ്വൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബാഗ് ആരാണ് അവിടെ കൊണ്ടുവച്ചത്, ആ പൈസ ആരുടേതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പാർക്കിലേക്ക് പോയിട്ട് CCTV വിഷ്വൽ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു ദിവസത്തെ മാത്രം മുഴുവൻ വിഷ്വൽസും ഓൾറെഡി ആരോ ഡിലീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല അന്നാ വിഷ്വലി ഡിലീറ്റ് ചെയ്യാൻ വന്ന ആളുകൾ ഉണ്ടാവല്ലോ അവരുടെ ഫേസ് ചിലപ്പോൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവോ? മേ ബി ചാൻസ് ഉണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല നമ്മുടെ SI ഇല്ലേ അങ്ങേര് തന്നെയാണ്. അത് SI ആണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് വിഘ്നേഷ് ആണ് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു SI ഇല്ലേ അയാളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ SIയോ അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് അവർ വെളിയിൽ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിനോട് സൂര്യ നീ കുറച്ചു നേരം പുറത്ത് തന്നെ കാത്തേക്ക്, ഇനി അവരെങ്ങാനും തിരിച്ചു വന്നാലേ ഉടനെ തന്നെ എനിക്ക് സിഗ്നലും ഉണ്ടോ. അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് അരിച്ച് പെറുക്കി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് ആ ഒരു SIയുടെ ഫാമിലി ഫോട്ടോ നമ്മുടെ സൂര്യ കാണുന്നത്. അപ്പോൾ SIയുടെ നെഞ്ചിലായിട്ട് ഓൾറെഡി നമ്മുടെ സൂര്യ കൊലപ്പെടുത്താൻ വന്ന ഒരുത്തിന് നെഞ്ചിലുണ്ടായിരുന്ന അതേ ടാറ്റോ സൂര്യ കാണുകയാണ്. ഫ്രണ്ടിനെ വിളിച്ച് പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ വന്നില്ലേ അവന്റെ നെഞ്ചിലുണ്ടായിരുന്ന അതേ ടാറ്റോ തന്നെയാണ് ഈ SIയുടെ നെഞ്ചിലുള്ളത്. അപ്പോ ഇവൻ തന്നെയാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. അപ്പൊ വിഘ്നേഷ് അല്ല അതെങ്ങനെയാണ് നിനക്ക് ഉറപ്പിക്കാൻ പറ്റുക? അപ്പോഴാണ് ഹീറോ ഇല്ലേ അവിടെ ഒരു ജാക്കറ്റ് കാണുന്നത്. അന്ന് ആ ഒരു ബോബിയെ തള്ളിവിടുന്ന സമയത്ത് SI ഇതേ ജാക്കറ്റ് ആയിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൂര്യ ഉറപ്പിച്ച് പറയുന്നുണ്ട് മച്ചാ ഉറപ്പാണ് ആ SI തന്നെയാ കൊലയാളി. അത് കേട്ടിട്ട് വിഘ്നേഷ് ഷോക്കായി നിൽക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ആ ഒരു SI തിരിച്ചു വരികയാണ്. അതായത് ഭാര്യ എന്തോ എടുക്കാൻ മറന്നു തോന്നുന്നുണ്ട്. അങ്ങനെ ഭാര്യ മാത്രം വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വിഘ്നേഷ് പറയുന്നുണ്ട് അളിയ അവർ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ സൂര്യ വീട്ടിലേക്ക് കയറിയത് എങ്ങനെയാന്ന് വെച്ചാൽ ആ വാതിൽ തകർത്തിട്ടാണ്. ആ തകർന്ന വാതിൽ ഭാര്യ കണ്ടപ്പോൾ SI വിളിച്ച് പറയുന്നുണ്ട് ആരോ വാതിൽ തകർത്ത് വീട്ടിൽ കാര്യം തോന്നുന്നുണ്ട്. ഉള്ളിലേക്ക് വന്നപ്പോൾ SIക്ക് ഉറപ്പായിട്ടുണ്ട് ആരോ വീട്ടിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ കുഞ്ഞിനെ തൊട്ടിൽ കടത്തിയിട്ട് കയ്യിൽ
എടുത്തിട്ട് വീട്ടിന്റെ ഉള്ളില് ആരാ കയറി നരിച്ച് പെറുക്കി നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സൂര്യയിലെ സൂര്യയുടെ ഫേസ് കണ്ണാടിലൂടെ പുറത്ത് എസ് ഐ കാണുന്നത്. അങ്ങനെ കണ്ണെടുത്തിട്ട് ഹീറോ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോ ആ എസ് ഐയുടെ കുഞ്ഞിനെ സൂര്യ കയ്യിലെടുത്ത് പിടിക്കുകയാണ്. ഷൂട്ട് ചെയ്യാൻ നോക്കിയാല് തന്റെ കുഞ്ഞിന്റെ കാര്യം ഓർത്തോ, മര്യാദക്ക് ഗണ്ണ് താഴേക്ക്, സമാധാനത്തില് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറ. എന്നാല് ഭാര്യയ്ക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്റെ കുഞ്ഞിന് തിരിച്ചതാ. അപ്പൊ സൂര്യ, ആദ്യം നീ നിന്റെ ഹസ്ബൻഡിനോട് ചോദിക്കേ ബോബി എന്ന ഒരു പെൺകുട്ടിയെ എന്തിനാ ലോറിയുടെ മുമ്പിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്ന്. എന്നാൽ എസ് ഐ ആണെങ്കിൽ നീ ഇതെന്താ പറയുന്നത്, ഞാൻ ആരെയും കൊലപ്പെടുത്തിയിട്ടൊന്നുമില്ല, മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ തല ഞാൻ ചുമരിൽ തട്ടിക്കും. അത് കണ്ടിട്ട് പേടിച്ച എസ് ഐ പറയുന്നുണ്ട്, നീ പറഞ്ഞ പോലെ ഞാൻ തന്നെയാ കൊലപ്പെടുത്തിയ. ആ ACP അവര് പറഞ്ഞിട്ടാ, മര്യാദക്ക് ആ ഗണ്ണ് താഴെ വയ്ക്ക്. അങ്ങനെ ഗണ്ണ് നിലത്ത് വെച്ചപ്പോ ഗണ്ണെടുത്ത് കൈ പിടിച്ചിട്ട് കുഞ്ഞിനെ തൊട്ടിൽ കടത്തിയിട്ട് സൂര്യ പറയുന്നുണ്ട്, മര്യാദക്ക് പറ, എന്താ ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്, എന്തിനാ ആ ACP അവളെ കൊല്ലാൻ പറഞ്ഞു. അപ്പോ എല്ലാ സത്യങ്ങളും എസ് ഐ പറയാണ്. അതായത് ACP വരുണും പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ACPക്ക് തന്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ജീവനാണ്. എന്നാൽ കുറച്ച് നാള് മുൻപാണ് ACPക്ക് ഒരു കാര്യം അറിയുന്നത്. അതായത് തനിക്കൊരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റില്ല. ACPയുടെ ഗർഭപാത്രം വളരെ വീക്കാണ്. ആ ഒരു കാര്യം മനസ്സിലായപ്പോ വരുണ് വല്ലാതെ സങ്കടപ്പെട്ടു പോവാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നത് ബോബിയുടെ അമ്മയായിരുന്നു. എന്നാൽ അവർക്ക് സുഖമില്ലാതായപ്പോ ഒരു ദിവസം ബോബി വീട്ടിലേക്ക് പണിക്ക് വരികയാണ്. അപ്പൊ വരുണ്, അല്ല നിങ്ങളാരാ? എന്റെ അമ്മയായിരുന്നു ഇവിടെ ജോലി ചെയ്തോണ്ടിരുന്നത്, അമ്മക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പണിക്ക് വന്നേ. കുറച്ചു നേരം വരുണില്ലേ അവളെ തന്നെ അങ്ങനെ നോക്കി നിന്ന ശേഷം നേരെ പോയിട്ട് ഭാര്യയായ ACPയോട്, അല്ല നമുക്ക് എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ഗർഭപാത്രം വാടക എടുത്തുകൂടാ? അപ്പൊ ACP, അല്ല നിങ്ങൾ എന്താ പറയുന്നേ, നമ്മുടെ വീട്ടിലെ ജോലിക്കാരില്ലേ അവരുടെ മകളില്ലേ ആ ഒരു ബോബി എന്ന പെൺകുട്ടി, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്. അപ്പോ അവരോട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കിയാലോ? നമ്മള് രണ്ടുപേരും ഒരു കുഞ്ഞിനെ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നല്ലേ, ആകെ ഗർഭപാത്രം മാത്രല്ലേ അവരതായിരിക്കുള്ളൂ. എന്നാല് അണ്ടും ബീജും അത് നമ്മുടേത് രണ്ടുപേരതായിരിക്കില്ലേ. അപ്പോ അവള് പ്രസവിച്ചിരുന്നത് നമ്മുടെ രണ്ടുപേരുടെയും കുഞ്ഞു തന്നെ ആയിരിക്കും. അപ്പോ ദയവ് ചെയ്ത് നീ സമ്മതിക്കില്ലേ? എന്നാൽ ACPക്ക് തന്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാല് ജീവനാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചോദിച്ചാലും അവള് അതിനെ എതിർക്കാറില്ല. അങ്ങനെ അവസാനം അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും കൂടി നമ്മുടെ ബോബിയുടെ ഫാമിലിയോട് ആ ഒരു കാര്യം സംസാരിക്കുകയാണ്. അങ്ങനെ അവര് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടില്ലല്ലേ, അതുകൊണ്ട് തന്നെ അവരും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ബോബിക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. അങ്ങനെ അവള് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അങ്ങനെ അവളെ സേഫ് ആയിട്ട് നമ്മുടെ ACPയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് അവളുടെ എല്ലാ കാര്യം നോക്കുന്നത്. അതായത് വരുണിന്റെ അച്ഛനും അമ്മയും അതുപോലെ വരുണും ബോബിയോട് വളരെ കെയർ കാണിക്കുന്ന കാണുമ്പോൾ ACPക്ക് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ സ്ഥാനത്തല്ലേ അവള് നിൽക്കുന്നത്, ഇനിയിപ്പോ എന്തായാലും കുഞ്ഞിനെ പെറ്റു വന്നിട്ട് അവളുടെ പാട് നോക്കി പോവല്ലോ. അങ്ങനെ വല്ലാതെ ACP ഡിപ്രഷനിലാവാണ്. എന്നാലും എല്ലാം ഉള്ളിലൊതുക്കി അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ടൈമില് ACPക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ആ ഏരിയയിലൂടെ വണ്ടിയിലൂടെ പോകുമ്പോൾ, അല്ല ഡോക്ടറെ ഇന്ന് നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആണോ? അതേന്ന്. എന്നിട്ട് ACPയോട്, അല്ല നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ എന്തായി? ട്രീറ്റ്മെന്റിൽ പ്രത്യേകിച്ച് പുരോഗതി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെ ഗർഭപാത്രം വാടക എടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, അതിന് സാധ്യതയില്ലല്ലോ, നിന്റെ ഗർഭപാത്രം മാത്രമല്ല നിങ്ങളുടെ അണ്ടവും വളരെ വീക്കാണ്. എന്നാൽ അത് കേട്ടപ്പോ ACPയുടെ നെഞ്ച് തന്നെ പൊളിഞ്ഞു പോകുന്നതാകുന്നുണ്ട്. ആ ഒരു സംശയം തീർക്കാനായിട്ട് ഓൾറെഡി ബോബിയുടെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ആ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാ, നിങ്ങളുടെ ഹസ്ബൻഡ് വരുണിനോട് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഒരിക്കലും ഇത് അറിയരുതെന്ന് എന്നോട് അവൻ ഉറപ്പ് വാങ്ങിയതാ. അവന് വേണ്ടത് ഒരു കുഞ്ഞാണെന്നും അതിന് നിന്റെ അണ്ടമായാലും അല്ലെങ്കിൽ വേറെ ഏത് പെൺകുട്ടിയതായാലും ഒരു കുഴപ്പമില്ല, ആ കുഞ്ഞ് എന്റെ സ്പേമിൽ നിന്നുണ്ടാവുന്നതായിരിക്കണം. ഈ ഒരു രഹസ്യം വരുണിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അത് കേട്ടപ്പോ ACPക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ട് ഫോണ് കട്ടിയാണ്. ആ ഒരു രഹസ്യം അറിഞ്ഞപ്പോ വരുണിനെ വല്ലാതെ സ്നേഹിക്കുന്ന ACPക്ക് അവനെ ഒന്നും ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല. എന്നാല് ആ പെൺകുട്ടി ബോബി അവളെ കൊന്നുകളയാനായിട്ട് SIയും കൂട്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാണ്. അങ്ങനെ ACP നിർബന്ധിച്ചിട്ടാണ് ഞാൻ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. അപ്പൊ സൂര്യ, അല്ല നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ അവള് മരണപ്പെടുന്ന സമയത്ത് അവളുടെ വയറ്റിൽ ഒരു 3 മാസം പ്രായമുള്ള കുഞ്ഞുണ്ടായിരുന്നു എന്ന്? ആ കുട്ടി എന്ത് ദ്രോഹാടോ എന്നോടൊക്കെ ചെയ്തേ. അപ്പോ SIയുടെ ഭാര്യ, നിങ്ങൾ ഇത്ര വലിയ ദ്രോഹിയായിരുന്നോ? നീ എന്താ കാര്യം അറിയാതെ സംസാരിക്കുന്നേ? ആ ACP അവരെനിക്ക് പ്രൊമോഷൻ വാങ്ങിത്തരാന്നും നമ്മുടെ കുഞ്ഞിന്റെ പേരില് ഒരു ഫ്ലാറ്റ് എഴുതി തരാന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചിട്ട് അവരാ പെൺകുട്ടിയെ ഉറപ്പായും കൊലപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നാൽ SIയുടെ ഭാര്യ ആണെങ്കിൽ അവളുടെ വയറ്റില് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല. നിന്റെയൊക്കെ മനസ്സ് ഏത് നിമിഷം മാറുമെന്നറിയില്ല. അതും പറഞ്ഞിട്ട് അവരവരുടെ കുഞ്ഞിനെ എടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഭാര്യയെ തന്നെ ഒറ്റക്കാക്കിയിട്ട് പോയ കണ്ടപ്പോ SIയുടെ മനസ്സിറങ്ങാണ്. സൂര്യോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ രക്ഷിക്കാം, നമുക്ക് ACP മേഡത്തോട് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ സൂര്യോട്, നീ പുറത്തേക്ക് ഞാൻ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞു നേരിട്ട് ACP മീറ്റ് ചെയ്തിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും പറയാണ്. ആ ഒരു സൂര്യയില്ലേ, അവനൊരാളുടെ വോയിസോ ഫേസോ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുമാത്രല്ല അവനൊരു പാവാണ്, അതുകൊണ്ട് അവനങ്ങ് വെറുതെ വിട്ടേക്കാം. അപ്പൊ ACP ആയിക്കോട്ടെ. എന്നാൽ അവരുടെ ഉള്ളില്, അവനെ വെറുതെ വിടാനെ എന്നോട് പറയാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നെന്ന് പറഞ്ഞിട്ട് ആ ഒരു SIയെ തന്നെ ആ ഒരു സൈക്കോ ACPയിലെ കൊന്നുകളയാണ്. അത് നമ്മുടെ സൂര്യ നേരിട്ട് കണ്ടിരുന്നില്ലേ, ജീവനും കയ്യിൽ പിടിച്ചിട്ട് സൂര്യോടുന്ന് ബൈക്കില് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ACP ആണെങ്കിൽ 2 കൂട്ടാളികൾ വിട്ടിട്ട് അവനെ തീർത്ത് കളഞ്ഞേക്കുന്ന ഓർഡർ കൊടുക്കുന്നുണ്ട്. എന്നാൽ സൂര്യയുടെ ഭാഗത്തിന് അവരുടെ അടുത്തുനിന്ന് നമ്മുടെ ഹീറോ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ നേരെ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള വിഘ്നേഷിനോട് പറയുന്നുണ്ട്, ആ ഒരു ACPയിലെ ആ ഒരു സൈക്കോടാ ആ SIയെ തന്നെ അവർ കൊന്നുകളഞ്ഞു പറഞ്ഞിട്ട് SIയെ കൊലപ്പെടുന്ന വീഡിയോ ഫ്രണ്ടിനെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് തനിക്കൊരു സേഫ്റ്റിക്കായിട്ട്
വേണ്ടിയിട്ട് നമ്മുടെ സൂര്യ ആ ഒരു വിഷ്വല് ഫോണിൽ ക്യാപ്ചർ ചെയ്തിരുന്നു. അപ്പൊ ഫ്രണ്ട് അളിയ ഈ ഒരു എവിഡൻസ് മതി നിനക്ക് രക്ഷപ്പെടാന്. നമുക്ക് നാളെ തന്നെ ഏതെങ്കിലും കോടതിയിലെ ജഡ്ജിയിലെ അദ്ദേഹത്തിന് ഈ ഒരു എവിഡൻസ് കാണിക്കാം. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതി ജഡ്ജ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനിൽ നമ്മുടെ ഹീറോ വരികയാണ്. എന്നാൽ അപ്പോഴാണ് അങ്ങോട്ട് വന്ന നമ്മുടെ ഹീറോയിനില്ലേ അവള് പറയുന്നത് എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്നാലും സൂര്യ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് കുറച്ചേണ്ടി പറയാം. അതിലും പ്രധാനപ്പെട്ട എന്റെ ജീവന്റെ തന്നെ ഒരു കാര്യം പറയാനായി ഇപ്പൊ ഞാൻ പോകുന്നത്. എന്നാലും ശ്വേതയാണെങ്കിൽ എനിക്ക് നിന്നോട് പറഞ്ഞേ മതിയാവോ. അവള് പറയുന്ന പോലും കേൾക്കാതെ നമ്മുടെ സൂര്യ ഉള്ളിലേക്ക് പോകുമ്പോ അതിനുള്ളില് അങ്ങോട്ടേക്ക് വന്ന ഒരു ഒമിനിയില് ശ്വേതയെ പിടിച്ചിട്ടിട്ട് അവർ കൊണ്ടുപോവാണ്. ശ്വേതയ്ക്ക് അപകടം പറ്റിയത് അറിഞ്ഞപ്പോ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സൂര്യയിലെ ആ വണ്ടിയുടെ പിന്നാലെ ബൈക്ക് എടുത്ത് പോകുന്നുണ്ട്. അതേ സമയത്താണ് മറ്റൊരു ഭാഗത്തിലെ നമ്മുടെ ഹീറോയിൻ ശ്വേത കാറിലെ എങ്ങോട്ടോ പോകുന്ന കാണുന്നത്. അല്ല ഇതിപ്പോ എന്താ രണ്ട് ഹീറോയിനുണ്ടോ ഇനി ട്വിൻസ് ആണെന്ന് വിചാരിക്കുമ്പോഴാണ് ആ ഒരു ACPയിലെ അവര് തന്നെയാണ് ഹീറോയിനെ പോലെ വേഷം മാറിയിട്ട് മുടിയിലെ കളറും അടിച്ചിട്ട് ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഹീറോയെ കബളിപ്പിച്ചുകൊണ്ട് നമ്മുടെ സൂര്യയെ ഫോളോ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ അധികം ആളൊന്നുമില്ലാത്ത ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ട് കയ്യിൽ കത്തിയായിട്ട് ഹീറോയെ കൊല്ലാൻ നോക്കുമ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചില ആളുകളെ കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കത്തി പിന്നിൽ മറച്ചു വെച്ച് ഓടിപ്പോയി നമ്മുടെ സൂര്യ ഹഗ് ചെയ്യാണ്. എന്നാൽ ഹഗ് ചെയ്തപ്പോൾ നമ്മുടെ സൂര്യക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതെന്റെ ലവർ ശ്വേതയല്ലോ. അത് മാത്രമല്ല അവളുടെ കൈ ഇടക്കിടക്ക് ഇങ്ങനെ തിരുമിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല ഇതുപോലെ ആരോ കൈ കൊണ്ട് ഇങ്ങനെ തിരുമി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതാരാന്ന് ഓർക്കുമ്പോ അത് സ്റ്റേഷനിൽ വെച്ച് ACP ആയിരുന്നില്ലേ. അപ്പോ എന്റെ മുമ്പിലുള്ളത് എന്റെ ലവർ അല്ല മറിച്ച് ACP ആണെന്ന് നമ്മുടെ സൂര്യക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നാല് പെട്ടെന്ന് കാണിക്കാൻ പാടില്ലല്ലോ, കാരണം സൂര്യ കൊല്ലനാണ് അവള് വന്നേന്ന് പറയാലോ. അങ്ങനെ ACPയും കൂട്ടിട്ട് ഒരു ഓട്ടോയില് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ അതേ ഭാഗത്തൂടി തന്നെയാണ് നമ്മുടെ ഹീറോയിൻ ശ്വേതയും ഒരു കാറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ അവള് നമ്മുടെ ഹീറോയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അല്ല ആരേത് വിളിക്കുന്നതെന്ന് നമ്മുടെ സൂര്യ ഫോൺ എടുത്ത് നോക്കുമ്പോ ആ ഒരു കോള് ശ്വേതയുടേതാണ്. അത് നമ്മുടെ ACP കണ്ടിട്ടില്ലേ. പണി പാളിന്ന് ഉറപ്പായപ്പോ സൂര്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടി രക്ഷപ്പെടാണ്. പിന്നാലെ ACP ഉണ്ട്. ആ ഒരു കാഴ്ച കണ്ട ഹീറോയിനും അവരുടെ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ ACPയും സൂര്യയും തമ്മിൽ പൊരിഞ്ഞ് ഫൈറ്റ് ആവാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നമ്മുടെ ശ്വേതയില്ലേ. എന്നാൽ ശ്വേതയെ നമ്മുടെ സൂര്യക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അറിയാതെ അവളവൻ അടിച്ച് താഴെട്ട് പോവാണ്. എന്നാൽ പിന്നീടാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് താഴെ വീണ് കിടക്കുന്നത് അതാണ് തന്റെ യഥാർത്ഥ ലവർ എന്ന്. അങ്ങനെ അവളെ ഹഗ് ചെയ്യാണ്. ഓൾറെഡി ശ്വേതയുടെ തലയിൽ ഒരു മുറിവില്ലേ. ആ ഒരു കാഴ്ച കണ്ട ACPയിലെ അവളും ഫൈറ്റിന്റെ ഇടയിൽ അവളുടെ തലയിൽ മുറിവാക്കിയിട്ട് നമ്മുടെ സൂര്യയുടെ മുമ്പിലേക്ക് ഓടി വരികയാണ്. രണ്ട് സൈഡില് രണ്ട് പെൺകുട്ടികൾ. ഹീറോയുടെ കണ്ണിന് രണ്ടാളും ഒരാളെ പോലെ തോന്നുന്നുണ്ട്. എന്നാൽ ഒന്ന് ACP കൊല്ലാൻ വന്നവള്, ഒന്ന് ശ്വേത രക്ഷിക്കാൻ വന്നത്. നമ്മുടെ സൂര്യയുടെ കയ്യിലാണെങ്കിൽ ഗണ്ണുണ്ട്. ഇതിലിപ്പോ യഥാർത്ഥ ശ്വേത ആരാന്ന് സൂര്യക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് സൂര്യ അവന്റെ കയ്യിൽ തന്നെ ഷൂട്ട് ചെയ്യാണ്. സൂര്യയുടെ യഥാർത്ഥ ലവറില്ലേ അവന് അപകടം പറ്റിയതറിഞ്ഞിട്ട് സൂര്യാന്ന് വിളിച്ച് അവന്റെ നേരെ ഓടി വരുമ്പോ നമ്മുടെ ACPയിലെ കയ്യിലൊരു കമ്പിയായിട്ട് അവനെ കൊല്ലാൻ വരുന്നുണ്ട്. അപ്പോ ACP ആരാ വില്ലത്തി ആരാന്ന് നമ്മുടെ സൂര്യക്ക് മനസ്സിലായില്ലേ. അവളുടെ നെഞ്ചത്ത് ബുള്ളറ്റ് ഇറക്കിയിട്ട് അവളെ പടാക്കുകയാണ്. അങ്ങനെ അവസാനം ശ്വേതയെ ഹീറോ രക്ഷപ്പെടുത്തുകയാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്ന കഥ? നമ്മളിപ്പോ അധികം ഒന്നും കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു തീമോട് കൂടി അത്യാവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റുകളുമായിട്ട് നമ്മളെ പിടിച്ചിരുത്തിയ നല്ലൊരു കഥയായിരുന്നില്ലേ. അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാല് എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.